ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇതേ നമ്മുടെ ഒരു പഴയ വീഡിയോ ആണ് കേട്ടോ. അന്ന് നമ്മൾ ഷോർട്ട് സ്റ്റേ താമസിച്ചില്ലേ, ആ സമയത്ത് ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാൻ വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങൾ ഇന്നലെ വന്ന് കുറേയൊക്കെ ശരിയാക്കിയായിരുന്നു. ഇനി ഇന്ന് കുറച്ചും കൂടി ചെയ്യണം. എന്നിരിക്കുകയാണെങ്കിൽ നൈറ്റാ ഞങ്ങളോട് ആക്ച്വലി പറഞ്ഞത് വീട് മാറി കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഫുള്ള് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നൈറ്റ് ഓഫിനെ മാറാൻ പറ്റുള്ളൂ. നോക്കട്ടെ, കുറേ കൂടി ചെയ്യാനായിട്ടുണ്ട്. ഇനി ഡോറിന്റെ അവസ്ഥ ഇതാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡോറ് കംപ്ലീറ്റ് ആയില്ല. ബാത്റൂമില് ഇതാണ് അവരുടെ അവസരം. റെഡി ആയില്ല, ഏകദേശം ഒക്കെ ഒന്ന് സെറ്റ് ആക്കി. ഇത് നോക്കാം. നമ്മുടെ സെറ്റ് ഭയങ്കര ചെളിയാണ്. സോ നമുക്ക് നോക്കാം ഇതടിച്ചാൽ എന്ത് ലുക്ക് വരും അറിയില്ല. ഇതടിച്ചാൽ ക്ലീൻ ആക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു? ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അതെ, നമ്മുടെ ഈ സെറ്റി വാങ്ങിച്ചപ്പോഴത്തെ കളറും ഇപ്പോഴത്തെ കളറും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഫുള്ള് ചെളിയാണ്. അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പം എന്തോ ഒരു സ്പ്രേ തന്നു മീൻസ് പറഞ്ഞു തന്നു. അത് വാങ്ങി നമ്മൾ യൂസ് ചെയ്തിട്ട് ആ യൂസ് ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെളി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉരച്ച് കഴിയുമ്പം ചെളി പോകുന്നുണ്ട്, പക്ഷേ അതത്ര ഇഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. ഒത്തിരി മൂക്കം കൊണ്ട് കൊണ്ടുവരുന്നു. അതെ, ആക്ച്വലി ആ സ്പ്രേ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ സീറ്റുകൾ അല്ലെങ്കിൽ സെറ്റിയിലെ മറ്റേ റെക്സീനായിട്ടുള്ളതിൽ അങ്ങനെയാണോ പറയുന്നത്, അതുപോലുള്ള സീറ്റുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ നമ്മുടേതെന്ന് പറഞ്ഞാൽ ഈ തുണിയും കോട്ടനും ഒക്കെ ടൈപ്പ് സെറ്റി ആയതുകൊണ്ട് അതങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. ഞാൻ എന്നിട്ട് പലതവണ ആ സ്പ്രേ കുപ്പി എടുത്ത് നോക്കി. ഇനി ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാഞ്ഞിട്ടാണോ, പക്ഷേ ഒരു രീതിയിലും ഒരു മാർഗ്ഗമില്ല. ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ആകെ ഒരു ഡൗട്ടായി. പിന്നെ ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് സ്പ്രേ എല്ലായിടത്തും ഒന്ന് അടിച്ചു നോക്കി. അപ്പോൾ അതിനകത്ത് അവർ എഴുതിയേക്കുന്നത് സ്പ്രേ അടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണത് പെനിട്രേറ്റ് ചെയ്യാൻ, എന്നിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനെന്നാണ്. അപ്പം ഞാൻ ആഞ്ഞടിച്ചപ്പം അമ്മമ്മ എഴുന്നേറ്റ് പോകുന്നതാണ് കേട്ടോ. സത്യത്തിൽ അതെ, നമ്മുടെ ആ ഷോർട്ട് സ്റ്റേയിൽ താമസം ശരിക്കും ഒരു മെമ്മറി തന്നെയാണ് കേട്ടോ. അതായത് അവിടെ നമുക്ക് തുണി വിരിച്ചിടാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. തുണി കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് അത് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് നമ്മുടെ അഴയിലിട്ട് ഉണക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉണങ്ങിയ തുണി മടക്കി എടുത്തിട്ട് തിരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോവുകയാണ് പതിവ്. അങ്ങനെ അമ്മമ്മ ആ തുണിയെല്ലാം അവിടെ ഇരുന്ന് മടക്കുവാണ് കേട്ടോ. എനിവേ 2-3 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മൾ ഇവിടെ തിരിച്ചു വരണം. അതുപോലുള്ള സെറ്റപ്പൊക്കെ ഇവർ ഓൾറെഡി ചെയ്ത് തന്നിട്ടുണ്ട്. ബാത്റൂമിൻ്റെ മെയിൻ്റനൻസ് ആയിരുന്നു മെയിൻലി ചെയ്തത്. അപ്പം നമ്മളോട് പറഞ്ഞായിരുന്നു പെയിൻറ്റും ചെയ്തു തരാം. കാരണം നമ്മുടെ ഭിത്തി നിറച്ചും ഒരു സ്പേസ് ഇല്ലാതെ ഉണ്ണിച്ചനും ദേവിച്ചേച്ചിയും വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിവേ ഇതിൻ്റെ ഒപ്പം ആയതുകൊണ്ട് അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ഈ സമയമായപ്പോൾ നമുക്ക് അതുകൂടി ചെയ്തു തരുമല്ലോ എന്ന് കരുതി നമ്മൾ പിന്നെ അതും ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കുറച്ച് ഡോറിനും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പിന്നെ ബാത്റൂം പ്രോബ്ലം, പിന്നെ ഈ പെയിൻറ്റ് എല്ലാം ചെയ്തു വന്നപ്പം നമ്മൾ ഓർത്ത് തന്നാൽ ഈ സെറ്റിയും ബാക്കി കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി കയറിയേക്കാന്ന്. കാരണം പെയിൻ്റൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കത്തില്ലേ. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. കണ്ടോ, ഇത് ആക്ച്വലി ആ കുഷ്യൻ്റെ കളറായിരുന്നു ശരിക്കും സെറ്റിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര ശോചനീയമാണ്.
ഞാൻ പലതവണ ട്രൈ ചെയ്ത് നോക്കി, നടക്കുന്നില്ല, ഫെയിലിയറായി എന്ന് മനസ്സിലായി ആ സ്പ്രേ ഉപയോഗിച്ചുള്ള ക്ലീനിങ്. എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ, വിട്ടുകൊടുക്കാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അമ്മമ്മയെ കൂടെ പറഞ്ഞ് ഒരു തോർത്തൊക്കെ കെട്ടി. കാരണം മാസ്ക് വെക്കാതെയുള്ള പരിപാടി തുടങ്ങിയോണ്ട് ത്രോട്ടിന് നല്ലൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. അപ്പോൾ ഓർത്ത് വന്ന ഒരു തോർത്തൊക്കെ കെട്ടി തുടങ്ങിയേക്കാം. ഓൾറെഡി എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വന്നതായിരുന്നു. അപ്പോൾ വീണ്ടും ആ പഴയ അവസ്ഥയിലോട്ട് പോകണ്ടല്ലോ എന്ന് പേടിച്ചിട്ട് മാസ്കൊക്കെ കെട്ടി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്ലൗസും മാസ്കും ഒക്കെ ഇടണ്ട. ഇതിനകത്തൊക്കെ എന്തൊക്കെ കെമിക്കലാണെന്ന് ആർക്കറിയാം. ഞാൻ വീണ്ടും ആ ശ്രമം നടത്തി നോക്കി. അപ്പം അമ്മമ്മയും മോച്ചയും കൂടെ ഇങ്ങനെ പറയുകയാണ്, ഇതിങ്ങനെ ക്ലീൻ പറ്റില്ല. ഇതിങ്ങനെ അതെ, ആ പരിപാടി ഫ്ലോപ്പ് ആയെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അന്തിമ തീരുമാനമെടുത്ത് സോപ്പിട്ട് കഴുകാന്ന്. സോപ്പിട്ട് കഴിയാൽ എന്താവും അവസ്ഥ എന്നുള്ളത് പിന്നെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴല്ലേ മനസ്സിലായത്. നന്നായിട്ട് സോപ്പൊക്കെ കലക്കി വെള്ളം ഒഴിച്ച് നല്ല കഴുകാൻ അങ്ങ് തുടങ്ങി. എൻ്റെ പൊന്നെ, കഷ്ടപ്പെട്ടിട്ട് ശീലം ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, സോപ്പിട്ട് കഴുകി കഴിഞ്ഞപ്പം കൈക്കൊക്കെ നല്ല സുഖമായിരുന്നു. സോപ്പിട്ടുള്ള ക്ലീനിങ് തുടങ്ങിയപ്പോൾ രണ്ടാൾക്കും രണ്ടായിട്ടുള്ള തീരുമാനമായിരുന്നു. ഒരാൾ പറഞ്ഞു മുക്കി തുടയ്ക്കും, ഒരാൾ പറഞ്ഞു ഉറച്ചു തുടയ്ക്കും. എന്തായാലും എന്ത് എഫക്റ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ഞാൻ രണ്ട് രീതിയിലും ഒന്ന് ചെയ്തു നോക്കി. അങ്ങനെ വിളിക്കാൻ ഉടച്ച് കഴിയാതെ എന്തായാലും തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും ആത്മാർത്ഥമായിട്ട് അങ്ങ് ഒരച്ച് കഴുകാൻ തുടങ്ങി. പിന്നെ വെള്ളമൊക്കെ അല്ലേ, ഞാനും കുറേ കോരി ഏറെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാനങ്ങോട്ട് കഴുകാൻ തുടങ്ങി. കഴുകി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലാകുന്നത്, കാണുന്ന പോലെയല്ല, അതിനകത്ത് നിറച്ചും ചെളിയായിരുന്നു. കാരണം നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവൻ തറയിലോട്ട് വീണപ്പോഴാണ് മനസ്സിലായി എന്തോരം ചെളിയുണ്ടെന്നുള്ളത്. ഇതെല്ലാം ഞങ്ങളിവിടെ സേവ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. മേ ബി എനിക്ക് തോന്നുന്ന ഈ സെറ്റ് ക്ലീൻ ചെയ്യാനുള്ള വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് കാണുമായിരിക്കും. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഇതുവരെയായിട്ട് ഈ സെറ്റ് ക്ലീൻ ചെയ്തിട്ടില്ല. ഫ്ലാറ്റിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നു. കാരണം എന്നാണെന്നറിയാവോ, നേരത്തെ ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൽ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഫർണിച്ചറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് 2 BHK ഫ്ലാറ്റായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങളൊരു 2022 ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫർണിച്ചറുകളൊന്നും ഇവിടെ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള സ്പേസ് ഇല്ല. അപ്പം നമ്മൾ കുറേ ഉള്ളതെല്ലാം കൺജസ്റ്റഡ് ആയിട്ടാണ് വെച്ചിരുന്നത്. അതിൽ നിന്ന് അങ്ങനെ വെച്ച് ഒരു സാധനവും കളയുന്നില്ല. എന്തെങ്കിലും കിട്ടുമ്പം നാളെ അത് യൂസ്ഫുൾ ആകുമെന്ന് കരുതി കൂട്ടി വെച്ച് ഈ കണ്ട മനുഷ്യരും സാധനങ്ങളും എല്ലാം കൂടെ ഈ ചെറിയൊരു ഫ്ലാറ്റിലായിരുന്നു ഓക്യുപ്പൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ മെയിൻ്റനൻസിൻ്റെ സമയത്താണ് ഒരവസരം കിട്ടി എടുത്ത് കളയാനായിട്ടുള്ളത്. ഒരു സാധനം കളയാനും അച്ഛൻ സമ്മതിക്കത്തില്ല കേട്ടോ, അത് വേറൊരു കാര്യം. എനിക്കാണെങ്കിലുണ്ടല്ലോ വല്ലപ്പോഴും ഇങ്ങനെ ക്ലീനിങ് മൂഡൊക്കെ കയറും. ആ സമയത്ത് എൻ്റെ കണ്ണിൽ കാണുന്ന സാധനങ്ങൾ ഞാനെടുത്ത് കളയാറുണ്ട് കേട്ടോ. അന്നേരം അമ്മമ്മയാകട്ടെ, അച്ഛമ്മയാകട്ടെ, മോച്ചയാകട്ടെ എല്ലാവരും പറയും, സോമ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങും, ആ പെണ്ണിന് ഒന്നും ഒരു നോട്ടമില്ല, എല്ലാം എടുത്തങ്ങ് കളയുന്നു. എനിക്കറിയത്തില്ല എന്താണോ, ഞാൻ ചിലപ്പോൾ ചിലതൊക്കെ എടുത്തങ്ങ് കളയും കേട്ടോ. അതായത് ബാല, എന്തെങ്കിലും കുപ്പികളോ പാട്ടകളോ ഒക്കെ കിട്ടുമ്പം ഇവരൊക്കെ ആണെങ്കിലേ നാട്ടിലത്തെ സ്റ്റൈലിൽ എല്ലാം അങ്ങ് സൂക്ഷിച്ച് വെക്കും. ആദ്യം ഞാനും ഈ തൈരും പാട്ടയും പാൽക്കുപ്പിയും ഒക്കെ എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ നമ്മളിതെല്ലാം കൂടി എവിടെ വെക്കും, വെക്കാനും വേണ്ടേ ഒരേടാ. അങ്ങനെ ഞാൻ കാണുന്നത് വേണ്ടെന്ന് തോന്നുന്നതൊക്കെ എടുത്ത് വെക്കും. പക്ഷെ ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം, പിന്നെ എപ്പോഴെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് കരുതിയാണ്
ഇവരിതെല്ലാം കൂടെ സൂക്ഷിച്ച് വെക്കുന്നത്. പക്ഷെ നമുക്ക് ഇടയും കൂടെ വേണ്ടേ? ഇപ്പം നമ്മൾ താമസിക്കുന്ന 1 BHK ഫ്ലാറ്റാണ് കേട്ടോ. അതായത് അവിടെ നമ്മൾ 2 BHK ഫ്ലാറ്റിന് ഇത്ര എമൗണ്ട് പോലും കൊടുക്കേണ്ടി വന്നില്ല. പക്ഷെ ഇതിനൊരു ബെനിഫിറ്റ് എന്നാന്ന് വെച്ചാൽ, ഒരു ബെനിഫിറ്റ് അല്ല, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാര്യം ഞാൻ ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറി ചെല്ലാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്ന് കരുതി ഞാൻ അങ്ങനെ നേരത്തെ ഒന്നും പോകാറില്ല കേട്ടോ. ഏഴ് ഡ്യൂട്ടി ആണെങ്കിൽ ബെല്ലടിക്കുമ്പോൾ ഓടുക എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് കേട്ടോ. പിന്നുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, മക്കൾക്ക് വൈകുന്നേരം കളിക്കാൻ വേണ്ടി ഇവിടെ കോർട്ടുണ്ട്. ഇവിടെ ഇതൊരു കോംപ്ലക്സ് ആയതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പിള്ളേരും കളിക്കാനായിട്ട് വരും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, മക്കൾ നാട്ടിൽ ചെന്നാൽ പോലും ഇത്രയും പേരുമായിട്ട് കളിക്കാനായിട്ട് കൂട്ട് കാണത്തില്ല. ഇവർ വൈകുന്നേരം ആകുമ്പോഴത്തേനും അങ്ങോട്ട് ഇറങ്ങും എല്ലാവരും കൂടെ കളിക്കാൻ. ഒരു 5 o'clock ആകാൻ ഉണ്ണിമോൻ ഇങ്ങനെ നോക്കിയിരിക്കും, അമ്മേ 5 o'clock ആയോ അമ്മേ, അമ്മേ 5 o'clock ആയോ അമ്മേ എന്ന് ചോദിച്ചു. അങ്ങനെ 5 o'clockന് ഇറങ്ങിക്കഴിഞ്ഞാൽ 6:30 ആകുമ്പോൾ നമ്മൾ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവു പിന്നെ കയറും കേട്ടോ. ദേവു ചേച്ചിക്ക് കുറച്ചൊക്കെ പേടിയുള്ളതുകൊണ്ട് കയറും. പക്ഷെ ഉണ്ണിച്ചൻ അങ്ങനെ അത്ര അങ്ങോട്ട് കയറാൻ മൈൻഡ് കാണിക്കത്തില്ല, എന്നാലും വരും കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഫ്ലാറ്റിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പം നമുക്ക് നല്ലതാണ്. പക്ഷേ ചെറിയ കൺജഷൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന റേറ്റിന് അത്ര കൺവീനിയൻ്റ് അല്ല ഈ ഫ്ലാറ്റ്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിലേ അമ്മമ്മ തിരിച്ച് ഷോർട്ട് സ്റ്റേയിലോട്ട് പോയി. കാരണം ദേവമോളുടെ ബസ് അവിടെയാണ് നിർത്തുക, നമ്മൾ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അവൾ അവിടെയാണ് ഇറങ്ങുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന കാര്യം മോൾ അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഉണ്ണിയുടെ വണ്ടിക്കാരനോട് ഞാൻ മെസ്സേജ് അയച്ചു, ഉണ്ണീനെ അതുകൊണ്ട് ഇവിടെ ഇറക്കി. അങ്ങനെ ഉണ്ണിക്കുട്ടൻ നേരെ ഇങ്ങോട്ട് പോന്നു. അമ്മമ്മ ദേവി ചേച്ചിയെ കൂട്ടാൻ വേണ്ടി തിരിച്ച് ഷോർട്ട് സ്റ്റേയിലോട്ടും പോയി. പിന്നെ ഒരു ഗുണമുണ്ട്, അമ്മമ്മ ഞങ്ങൾക്കുള്ള ഫുഡും പിന്നെ ദേവി ചേച്ചിയും ഒക്കെ ആയിട്ട് ഇങ്ങ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഷോർട്ട് സ്റ്റേയിൽ നിന്നപ്പം ഒരുപാട് ഹാപ്പിയൊക്കെ ആയിരുന്നു, എല്ലാം ഓക്കെ. പക്ഷേ തുണി കഴുകുന്ന കാര്യവും പിന്നെയാണെങ്കിൽ വൈഫൈയുടെ കാര്യത്തിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് വൈഫൈ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു 10-20 ദിവസം അവിടെ താമസിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പുതിയ വൈഫൈ എടുക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വൈഫൈക്ക് വേണ്ടി വൈഫൈ പിടിക്കാനായിട്ട് എപ്പോഴും ഇങ്ങോട്ട് പോരുവാണ് പതിവ്. അതുകൊണ്ട് TV ഒക്കെ കാണണമെങ്കിൽ ഓടി ഇവിടെ വന്നാലേ പറ്റത്തുള്ളൂ. അവിടെ TV ഇല്ല, നമ്മളിവിടുന്ന് TV കൊണ്ടുപോയിട്ടില്ല, അവിടെ TV ഇല്ല. അതുകൊണ്ട് അവരിങ്ങ് വന്നോളൂ. നിങ്ങൾ കണ്ടോ ആ സെറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന ചെളി? അതൊന്നും അല്ല ചെളി. ഇനി ഞാൻ ആക്ച്വലി ഒരു സെറ്റിയാണ് കറക്റ്റായിട്ട് കഴിയത്, മറ്റേ സെറ്റും കൂടെ കഴിയാനുള്ള ആവതില്ലെന്നുള്ളതല്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ ഹാളിന് സ്പേസ് ഇല്ല. അപ്പം എല്ലാ സെറ്റിയും കൂടെ കഴുകി അവിടെ വെച്ച് കഴിഞ്ഞാൽ വെയിലും കൊള്ളത്തില്ല, ഭയങ്കര സ്മെല്ലാവുമെന്നും പറഞ്ഞ് ഞാൻ ഒരു സെറ്റിയെ കഴിയുള്ളൂ കേട്ടോ. പിന്നെ പാവ അച്ഛയാണ് ബാക്കി 2 സെറ്റിയും കഴിയത്. കാരണം എനിക്ക് പിന്നെ നൈറ്റ് അല്ലായിരുന്നോ. അച്ഛ വന്ന് 2 സെറ്റിയും കൂടെ കഴുകി അച്ഛ അത് റെഡിയാക്കി വെച്ചു. പിന്നെ ബാത്റൂമിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ വാഷിംഗ് മെഷീൻ എടുത്ത് ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും കൂടി അതെല്ലാം കൂടി ഒന്ന് ചെയ്യാമെന്ന് കരുതി. ഉണ്ണിയാകുമ്പം പിന്നെ അവിടെ ഇരുന്ന് TV കണ്ടോളുമല്ലോ, ഉടക്കത്തില്ലല്ലോ എന്ന് കരുതിയാണ് ഉണ്ണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല, ഉണ്ണിയെ ഇല്ലാതെ വരാനും പറ്റത്തില്ല, അല്ലെ ഉണ്ണി അവിടെ തല്ലി പൊളിക്കും. അതെ, ആക്ച്വലി ഈ വീഡിയോ ശരിക്കും പറഞ്ഞ് എനിക്ക് തോന്നുന്നത് December-November വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോച്ചച്ച അന്ന് ഉണ്ടായിരുന്ന സമയത്തെയാണ് കേട്ടോ. അതെ, ഉണ്ണിച്ച സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, കൊടുത്തു വിട്ടത് കഴിച്ചില്ല. അപ്പോൾ മോച്ചച്ച കഴിച്ചില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ടിഫിൻ ബോക്സിലേത് ഉണ്ണിച്ചന് തുറന്നു കൊടുക്കുന്നതാണ് കേട്ടോ. അതായത് അവന് രാവിലെ ഒരു 8 o'clock ഒക്കെ ആകുമ്പോൾ പോകും, എന്നിട്ട് 12 o'clock ഒക്കെ ആകുമ്പോഴാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് ആൾ പോകുന്നത്. ചില ദിവസം ഉടക്കാണ് കേട്ടോ. പിന്നെ കൊണ്ടുപോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താണ് രാവിലെ ഉണ്ടാക്കുന്നത് അതാ കൊടുത്തു വിടുന്നത് കേട്ടോ. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കത്തില്ല. അപ്പം മോച്ച അവനെ കഴിപ്പിക്കാമെന്നും പറഞ്ഞ് അവൻ്റെ പുറകെ നടന്ന് കൊടുക്കുവാണ് കേട്ടോ, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതെ, ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് 2 ചേച്ചിമാരുണ്ടെന്ന്. ആ 2 ചേച്ചിമാർക്കും ഒരു ചേച്ചിക്ക് 2 പേരും മറ്റു ചേച്ചിക്ക് ഒരാളേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇവർ 2 പേരും. അപ്പോൾ എല്ലാവരും പറയും മോച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ണീനെയും മൂത്ത ചേച്ചിയുടെ 2ാമത്തെ ആളെയാണ്. അതുകൊണ്ട് മോച്ചച്ച എന്ത് സഹിച്ച് അവൻ്റെ പുറകെ നടന്നാണേലും കൊടുക്കും കേട്ടോ. ഭയങ്കര കാര്യം മോച്ചയ്ക്ക് ഉണ്ണി എന്ന് പറഞ്ഞാൽ. അപ്പോഴേ പിന്നുണ്ടല്ലോ, ഞാൻ ഈ കിച്ചണിൽ വന്നപ്പോഴത്തേന് എൻ്റെ കയ്യിൽ ഇതുപോലെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിതൊന്നും യൂസ് ചെയ്യത്തില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചുകൊണ്ടിരുന്നതാണ്. അന്ന് നമ്മൾ ഫാമിലി മീറ്റപ്പും എല്ലാവർക്കും ഫ്രൈഡേ ഈവനിങ്ങിൽ ഗ്യാതറിങ്ങും, അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ താമസിച്ച ഒരു ഫ്ലാറ്റ്, അവിടെ വെച്ച് ഞങ്ങൾക്ക് ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടെറസിൽ അങ്ങനെ മീറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് നമ്മൾ കുക്ക് ചെയ്തത്, പിന്നെ പണ്ടത്തെ പാത്രങ്ങൾ എല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. ആ പാത്രങ്ങളെല്ലാം കൊടുത്താൽ നമുക്ക് ആ പൈസയ്ക്ക് വേറെ പാത്രങ്ങളൊക്കെ എടുക്കാമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. അപ്പം ഞാനെന്നാൽ അത് തൂത്ത് വെച്ചേക്കാം, നമുക്കത്
കൊടുത്തിട്ട് വേറെ പാത്രം കിട്ടുവാണെങ്കിൽ മേടിക്കാമല്ലോ. അങ്ങനെ നോക്കിയതാ. പിന്നെ ഉണ്ണിച്ചൻ്റെ കുറേ ടോയ്സ്, ഒരുപാട് കാറും. ഇനിയുള്ള ക്ലീനിങ് അമ്മമ്മ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചിട്ടാ. അപ്പം ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.